ആ സംഘാടകര് ഒരാള് വേദിയിലുണ്ട്. ആ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ വലിയ അതിഥിയെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ വലിയ അതിഥി പെട്ടെന്ന് കണ്ടു കിട്ടിയില്ല, അപ്രതീക്ഷിക്കാതെ കണ്ടു കിട്ടിയ അതിഥിയെ വേദിയിലേക്ക് സ്വീകരിക്കാൻ ഇതിന്റെ ഉദ്ഘാടന വേദി എങ്ങനെയാണ് ചെയ്തത് നോക്കാം. എന്തായാലോ കാര്യങ്ങളൊക്കെ അറിയാം, വരാന്ന് പറഞ്ഞല്ലോ. ഇതാരാ? ഈശ്വര, ഇങ്ങനെ ഒരാൾ വരുന്നു വിചാരിച്ചൊക്കെയാ. ആരാ വന്നേക്കണേ? അകലേന്ന് സ്വാഗതം ചെയ്തു. അന്ന് വന്നാലും എന്തൊക്കെയാ ഇവിടെ ഒരുക്കണ്ടേന്ന് പിടിയില്ല. നേരത്തെ ഒരുക്കിയതൊക്കെ പോരായിരുന്നു. ആ വന്ന് വേദിയിൽ ചിന്തുന്ന വരെയുള്ള ഒരത്ഭുതം ഒപ്പം ആ തൊഴുതു പിടിച്ച് ഒരാളെ സ്വീകരിച്ചിരുത്തേ ചെയ്തു. ഇനി വരാൻ പറഞ്ഞിരുന്ന ഒരാളെ കുറച്ചു നേരമായി ക്ലാസ് എടുക്കുന്നു, എത്തിയ ആളാണ്. അയാളെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളാണ്, അയാളെ സ്വീകരിച്ചിരുത്താൻ നിൽക്കുക. പ്രതീക്ഷിച്ചൊരു ക്ഷണിതാവിനെ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ് സംഘാടകൻ. എങ്ങനെയാ നോക്കാം. എത്തിയ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അയ്യോ, നേരത്തെ എത്തിയ സമാധാനായി. വരൂ 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 വരൂ, വേദിയിലേക്ക് വരും. അവിടെ വിളിക്കണ്ട, നേരെ ഒന്ന് വൈകിട്ടാണ്. ഇനി മറ്റൊരുത്തൻ അവനോട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞതാണ്. അവൻ അതിനിടയ്ക്ക് അവിടെ എന്തോ വർത്താനം പറഞ്ഞ് അവിടെ പോയി നിൽക്കുക. അവനെ വേദിയിലേക്ക് വിളിക്കണം. പറഞ്ഞേൽപ്പിക്കുന്ന ജോലി ഏൽപ്പിക്കുന്ന ഒരുത്തനാണ്, അവനെ ഇങ്ങോട്ട് വിളിക്കണം. അവനെങ്ങനെ വിളിക്കാൻ നോക്കാം. എവിടെ പോയവൻ? അവിടെ എന്താ എത്ര നേരായി? എന്തൊക്കെ കാര്യം തന്നെ എവിടെയായിരുന്നു? വരൂ വരൂ. ഇനി മറ്റൊരുത്തൻ വരാൻ പറഞ്ഞ് നേരത്തെ ഏൽപ്പിച്ച് കുറെ ജോലി ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു വൃത്തിയനെ ദേഷ്യത്തോടെ ആ കാര്യം നടക്കാൻ കൽപ്പിച്ച് ഇത് വിളിക്കാൻ നിൽക്കാൻ. അപ്പൊ എങ്ങനെയാന്ന് നോക്കാം. ഒരേ കാര്യം തന്നെ നാല് ചെയ്ത് ആ വ്യത്യാസം മനസ്സിലായല്ലോ. എക്സ്പ്രസ്